ഹായ് ഹലോ അശ്വതീസ് ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. അപ്പോൾ ഞാനൊരു പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് നേരെ പോയാലോ. ഞാൻ എന്തായാലും ഇന്ന് വേറെ കറിക്കൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഇന്നത്തെ കറി കേട്ടോ. ഇത് നമുക്ക് ദൂരെയൊന്നും പോകണ്ട, നമ്മുടെ വീടിൻ്റെ തൊട്ടുമ്മറ തന്നെയാണുള്ളത്. അപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു വെയിലായിരുന്ന സമയത്ത് മുഴുവൻ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത വീട്ടിലൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മുഴുവൻ പറമ്പൊക്കെ വൃത്തിയാക്കിയ സമയത്ത് മുഴുവൻ ചെത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണ് നല്ലോണം ഉണ്ടായിട്ടുണ്ട് കുറേ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. നല്ലോണം നോക്കിക്കോ. ആ കണ്ണിക്കണ്ട ഇലകളൊക്കെ പറിച്ച് കഴിച്ചിട്ട് പിന്നെ വിഷമായി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കേണ്ട ആരും. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. പൊന്നാങ്കണ്ണി ഇല എന്ന് പറയും. അപ്പോൾ ഇതിന് വലിയ ഇലയാണ്, ചെറിയ ഇല ഉണ്ടാവും, അതിനൊരു വെള്ള പൂവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഭൃംഗരാജ് അല്ല കേട്ടോ, കഞ്ഞുണ്ണി അല്ല, ഇത് പൊന്നാങ്കണ്ണിയാണ്. കഞ്ഞുണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് കാണാൻ, പക്ഷെ അതിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നീണ്ട ഇലയായിരിക്കും. ഇത് കണ്ടോ, ഇതൊരു വട്ടത്തിലുള്ള ഇലയാണ്. പിന്നെ ഇതിൻ്റെ ചെറിയ ഇല ഉണ്ടാവും, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളപ്പൂവ് ഉണ്ടാവും. പക്ഷെ ഇതിൽ വെള്ളപ്പൂവ് ഇല്ല, പൂവ് ഉണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ട്, നല്ലോണം മൂക്കുമ്പോഴേ പൂവ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ നല്ല തളിര ഇലയാണ് കേട്ടോ. ചീത്ത അങ്ങനത്തെ ഇലകളിലൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് കളയാം. അപ്പോൾ നമുക്ക് ആ ഇല തന്നെ മാത്രം നോക്കിയിട്ട് പറിച്ചെടുക്കാം കേട്ടോ. ഈ ചെടി ഇങ്ങനെ അടിയോടെ പറിച്ചെടുക്കേണ്ട കാര്യമില്ല, അതിൻ്റെ തണ്ട് പിടിച്ചൊന്ന് ഒടിക്കുമ്പോഴത്തേക്കും കിട്ടും കേട്ടോ. ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എൻ്റെ കെട്ടിയൻ ഇന്ന് രാവിലെ അടിച്ചു വാരി കൂട്ടിയ സ്ഥലത്ത് കൊണ്ടുപോയി തീയിട്ടു. അപ്പോൾ അതിൻ്റെ മുകളിലാണ് കേട്ടോ തീയിട്ടത്, എല്ലാം കത്തിപ്പോയിട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ട് ഞാൻ പറയുകയും ചെയ്തു, എന്തിനാണ് നിങ്ങൾ അവിടെ തീയിട്ടതെന്ന്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കടയിൽ പോലും കിട്ടാത്ത സാധനമല്ലേ, അതാണ് കേട്ടോ. കുറേ നിന്ന് പറിച്ചു, പിന്നെ കുറേ നേരം ഇരുന്നും പറിച്ചു കേട്ടോ. ഇത് നമുക്ക് കടയിൽ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും വാങ്ങാം, അതുപോലും കിട്ടൂലല്ലോ. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഭയങ്കരമാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ചശക്തി നന്നായിട്ട് കൂടും, കണ്ണിന് വളരെ നല്ലതാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും ഞാനിത് ചെറുപ്പം മുതലേ കഴിച്ചിട്ടുണ്ട്, കാരണം എൻ്റെ വയനാട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. വയലുകളിലാണെങ്കിലും എൻ്റെ വീട്ടിലെ പറമ്പിലാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവർക്കൊന്നും ഇതറിയില്ല. ഞാനിങ്ങനെ ഇത് ഈ കാട്ടി കയറിയിട്ട് ഇങ്ങനെ പറിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. നീ എന്തായി ചപ്പും ചവറൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കണ്ടോ, മാങ്ങ കയ്യെത്തുന്ന ദൂരത്താണ് കേട്ടോ മാങ്ങ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നല്ല വിളഞ്ഞു നിൽക്കുന്ന മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഡെയിലി വീഴാറുണ്ട്. അങ്ങനെ താഴെ വീഴുന്ന മാങ്ങയൊക്കെ ഞാനാണ് കേട്ടോ എടുക്കാറ്, വേറെ ആരും അങ്ങനെ എടുക്കാറില്ല. പിന്നെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്മറത്ത് തന്നെ 2-3 മാവുണ്ട് കേട്ടോ, അതിൽ നിറയെ മാങ്ങയാണ്. അപ്പം എനിക്ക് ആവശ്യമുള്ളത് ഒരു പാത്രം നിറയെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഓക്കെ കറി വെക്കാമെന്ന്. അപ്പം അത് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകി ഒലമ്പി എടുക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നിറയെ മണലുണ്ട് കേട്ടോ ഇലകളിലൊക്കെ, പിന്നെ പുഴുവും അതൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പുഴു കടിച്ച ഇലകളൊക്കെ നമുക്ക് മാറ്റിയെടുത്തിട്ട് അത് നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ കുഞ്ഞിതായിട്ട് അരിയുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ കൈ സീനാണ്, വിഷുവിൻ്റെ അന്ന് മുറിഞ്ഞതല്ലേ. അപ്പോൾ അന്ന് നന്നായിട്ട് അങ്ങ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ ഒരു ഉണക്ക് കിട്ടാനുണ്ട്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ പലകേൻ്റെ ഒക്കെ വെച്ചിട്ട് അങ്ങനെ മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ മതി. അപ്പോൾ ഞാൻ എന്തായാലും പരിപ്പിൻ്റെ കൂടെയാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു പിടി പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കാനൊന്ന് നേരെ എനിക്ക് മറന്നുപോയി. അപ്പോൾ നമുക്ക് വേഗം വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനുണ്ടോ തളയനും മാന്തളും, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ, വയനാട്ടിൽ നിന്ന്. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയ മീനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഉണക്കമീൻ വറുത്തതും ചീരക്കറിയും കുശാൽ. അപ്പം നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും പച്ചമുളകും, പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും അതും കൂടെ ഇട്ടിട്ട്, പിന്നെ വെളുത്തുള്ളി ഇല്ലായിരുന്നു കേട്ടോ. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് 2 അല്ലിയും കൂടെ ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുക്കർ കയ്യിൽ നിന്ന് തന്നെ വിസിലടിക്കുന്നുണ്ട്. അങ്ങനെ കുക്കർ ഒരു 5-6 വിസിൽ കഴിഞ്ഞിട്ട് കുക്കർ ഇറക്കി വെച്ചു. അപ്പോൾ പരിപ്പ് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ചീരയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രം നിറയെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാടുണ്ടാവും, പക്ഷേ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ചുരുങ്ങിയാകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പേരിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ വേണം കേട്ടോ. കുറേ ആൾക്കാരുള്ള വീടൊക്കെ ആണെങ്കിൽ, കുറച്ച് പേരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ വെന്തപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കേട്ടോ സാധനം. സാധാ നമ്മുടെ ചീര വെക്കുന്ന പോലെ തന്നെ, ഇതിനധികം വേവൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു ചെറിയൊരു കയ്പുണ്ടാവും. അങ്ങനെ വലിയ കയ്പൊന്നുമല്ല പറയുന്നത്, ചെറിയൊരു കയ്പ്, അത് നമുക്ക് അറിയൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും കല്ലുപ്പാണോ ഉപയോഗിക്കുന്നത്? ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതായത് ഉപ്പിനെ ഞാൻ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഡേഞ്ചറാണ് ഉപ്പ് പഞ്ചസാര എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒഴിവാക്കാമല്ലോ. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ എന്താ ചെയ്യാമെന്നറിയോ, കല്ലുപ്പുണ്ടല്ലോ അത് മിക്സിയിൽ പൊടിച്ച് വെക്കും. പൊടിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഭരണിയിലിട്ട് വെക്കും. അപ്പോൾ കല്ലുപ്പുമായി പൊടിയുപ്പുമായി. അപ്പോൾ കൂടുതലും കല്ലുപ്പാണ് ഇടുക കറിയിലൊക്കെ. പിന്നെ അവസാനം നമ്മൾ കഴിക്കാൻ നേരത്ത് കറിയിലൊക്കെ കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ അപ്പോൾ മാത്രമേ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ വെന്ത ചീരയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളകും ആ ജീരകമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ
ചിലവരുണ്ട് കറി ജസ്റ്റ് ഒരു പത വരുമ്പോഴത്തേക്ക് അങ്ങ് ഇറക്കും. പച്ചമുളക് നേരത്തെ പരിപ്പിൻ്റെ കൂടെ കീറിയിട്ടിട്ടും വേവിക്കുക. പക്ഷെ ഞാൻ ഇവിടെ തേങ്ങേൻ്റെ കൂടെ പച്ചമുളകൊക്കെ അരച്ചതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു പച്ചമണം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം കറി ഇറക്കാം കേട്ടോ. പിന്നെ ഒന്നുമില്ല, നമുക്ക് കടുക് വറുത്തിട്ട് കറി ചേർക്കാം കേട്ടോ. ആ വീഡിയോ മിസ്സായി പോയേ. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട ചുണക്കമീൻ ഉണ്ടല്ലോ, അത് ഞാനിതാ പച്ചമുളക് കീറിയിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം ഉച്ച 1 മണിയായി. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് വാരി കൊടുക്കുന്ന അച്ചോട്ടനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ചോറ് വാരി കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചീര, മുരിങ്ങ, അതാ ഇങ്ങനത്തെ സംഭവങ്ങൾ, നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ കഴിക്കില്ല കേട്ടോ. അപ്പം ഞാനെന്ത് ചെയ്യും, വാരി കൊടുക്കുക തന്നെയാണ് ചെയ്യുക. ഭയങ്കര മടിയനാണ്, നല്ല സാധനങ്ങളൊന്നും കൊടുത്താൽ തിന്നൂല. ഇപ്പം മുഖത്തിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കിക്കോ, കണ്ടോ? ഇതാണ് അവസ്ഥ. നമ്മൾ പ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയിട്ട് അവിടെ വെക്കും. വെറും ചോറ് വാരി തിന്നേ ചെയ്യുള്ളൂ. ഇതാ ഇങ്ങനെ വാരി കൊടുത്താൽ മാത്രമേ അത് വയറ്റിലെത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അതും കൂട്ടിയൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കോളിഫ്ലവർ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തതും ആ മുളകും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവന് വാരി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ തിന്നു. അതാ ഞാനും അതുപോലെ തന്നെ കുറേ കറിയും ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ചോറല്ല, അത്യാവശ്യം ചോറുണ്ട്. അപ്പോൾ പിന്നെ അതാ ഞാനും അത് കഴിക്കാൻ കേട്ടോ. മുളകൊക്കെ കഴിച്ച് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാക്കും ഇതുപോലെയുള്ള കറികളൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതങ്ങനെ എപ്പോഴും കിട്ടൂലല്ലോ, നമുക്ക് വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ. പിന്നെ ഈ കറി മാത്രം കൂട്ടിയിട്ട് അങ്ങനെ ചോറൊന്നും തിന്നൂല. ഒരു മീനിൻ്റെ മണം വേണം. അപ്പോൾ ഈ ഉണക്കമീനൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറിച്ച് കറി വെച്ചോ. അടിപൊളി സാധനമാണ് കേട്ടോ. എന്തായാലും ഈ വടകരക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.